ആ നോക്കിക്കോളൂ, ചോദ്യം എന്താണ്? ഇൻ ദ പിക്ചർ ബിലോ, ഈ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ദ ട്രയാങ്കിൾ ഈസ് ഡിവൈഡഡ് ഇൻടു 3 സ്മോൾ ട്രയാങ്കിൾസ്. ഈ പടത്തിൽ കാണുന്ന വലിയ ട്രയാങ്കിളിനെ, വലിയ ത്രികോണത്തിനെ 3 ചെറിയ ട്രയാങ്കിളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1, 2, 3. ഈ ചെറിയ ട്രയാങ്കിൾ എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? ബൈ ജോയിനിങ് ദ സെൻട്രോയിഡ് ടു ദി 3 വെർട്ടീസസ്. അതായത് ഈ ട്രയാങ്കിളിന് നമുക്ക് 3 മീഡിയൻസ് വരയ്ക്കാം. എന്ത് വരയ്ക്കാം? 3 മീഡിയൻ. ഇത് വരുന്ന മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്ന്, ഒരു ശീർഷത്തിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക്, മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണെന്ത്? മീഡിയൻ. അങ്ങനെ എത്ര മീഡിയൻ വരയ്ക്കുന്നു? 3 മീഡിയൻ, 3 മധ്യമങ്ങൾ വരയ്ക്കുന്നു. അത് 3 കൂടെ കൂട്ടിമുട്ടിയ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രോയിഡ്. ഇത് വിളിക്കുന്നു മലയാളത്തിൽ ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം എന്ന് പറയും. ആ മധ്യമ കേന്ദ്രത്തെ, ആ സെൻട്രോയിഡിനെ എങ്ങോട്ടൊക്കെ യോജിപ്പിച്ചിരിക്കുന്നു? 1, 2, 3 വെർട്ടീസസിലോട്ട് എന്ത് ചെയ്തിരിക്കുന്നു? യോജിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ 3 ചെറിയ ട്രയാങ്കിൾ, 3 ചെറിയ ത്രികോണങ്ങൾ കിട്ടിയത്. ഇനി എന്തോ തെളിയിക്കേണ്ടതെന്ന് വായിച്ചാട്ടെ. പ്രൂവ് ദാറ്റ് all 3 triangles have the same area. ഈ പടത്തിൽ കാണുന്ന 3 ട്രയാങ്കിളുകൾക്കും 3 ത്രികോണങ്ങൾക്കും ഒരേ ഏരിയയാണ്, ഒരേ പരപ്പളവാണെന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് ചോദ്യം മനസ്സിലായോ? മനസ്സിലായി. ഓൺലൈൻകാർക്ക് ചോദ്യം മനസ്സിലായോ? ഓക്കെ. അപ്പോ ചോദ്യം കണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 4 കണ്ടായിരുന്നോ? ഒന്ന് വായിച്ചാട്ടെ ചോദ്യം. ചിത്രത്തിലെ ത്രികോണത്തിൽ മധ്യമ കേന്ദ്രവും 3 മൂലകളും യോജിപ്പിച്ച് ത്രികോണത്തെ 3 ചെറിയ ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. പടത്തിന്റെ താഴത്തെ ചോദ്യം. 3 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. തെളിയിക്കാം. ഓക്കെ. ഓൾ സ്റ്റാൻഡ് അപ്പ്. ചോദ്യം വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ചോദ്യം വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഓക്കെ. ഈ പടത്തിൽ നമ്മളത് പേര് കൊടുക്കണം. കുറച്ച് എക്സ്ട്രാ ആളുകളെയൊക്കെ ഒന്ന് വരച്ചു ചേർക്കണം. എല്ലാരും ബോർഡിലേക്ക് നോക്കാം. നമ്മൾ ഈ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുക്കും. ഇത് ട്രയാങ്കിളിന്റെ പേര് ABC. ഈ പടത്തിൽ ഒരാളല്ല 3 പേര് വരാനുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? സെൻട്രോയിഡ് ഉണ്ടാകണമെങ്കിൽ, ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം ഉണ്ടാകണമെങ്കിൽ ഒരു 3 പേര് ആദ്യം വരണം. ആരാ? ഇതെല്ലാം പറഞ്ഞേച്ചാണ് അങ്ങോട്ട് തുടങ്ങിയത്. 3 മീഡിയൻ വരണം. ആര് വരണം? നമ്മുടെ പടത്തിൽ 3 മീഡിയൻ ഉണ്ടോ? ഇല്ല. മീഡിയന്റെ എല്ലാം കുറേശ്ശേ ഉള്ളൂ. വേണ്ടേ? ഇത് താഴോട്ട് നീട്ടി വരയ്ക്കുക. ഒന്നാമത്തെ മീഡിയനായി അല്ലേ? അത് താഴെ വന്ന് കൂട്ടിമുട്ടിയ പോയിന്റിനെ P എന്ന് വിളിക്കുക. ഇത് അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ഇത് കൂട്ടിമുട്ടിയ പോയിന്റിനെ Q എന്ന് വിളിക്കുക. ഈ മീഡിയൻ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ഇത് കൂട്ടിമുട്ടിയ പോയിന്റിനെ എന്തെന്ന് വിളിക്കുക? R എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? ഈ 3 മീഡിയനും കൂടെ, ഈ 3 മധ്യമവും കൂടി ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയില്ലേ? ആ പോയിന്റിനെ എന്ത് വിളിക്കുക? M എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? M. ഈ M ആണ് ആരെന്ന് പറയുന്നത്? സെൻട്രോയിഡ്. ആരാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു Xഉം Yഉം Zഉം ഒക്കെ വിളിച്ച പരിപാടി ഇല്ലയോ? കാരണം അതേ സാധനം തന്നെ ഒന്നുകൂടി എഴുതി വെച്ചാൽ മാത്രം മതി. വായിച്ചാട്ടെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ APM. നോക്കാം. APM എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഏരിയ ഓഫ് ട്രയാങ്കിൾ
എമ്മും ബി പി എമ്മും ബി പി എമ്മും ബി പി എമ്മും ബി പി എമ്മും ഈക്വൽ ആണ്. ബി പി എമ്മും ഈക്വൽ ആകാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാൽ എന്തുവരുന്നു കാരണം? ഈ എം ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ആരാ? മീഡിയനാണ്. മീഡിയൻ എന്തോ ചെയ്യുന്നത്? ഒരു ട്രയാങ്കിളിനെ രണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട്, രണ്ട് തുല്യ ത്രികോണങ്ങളായിട്ട് കട്ട് ചെയ്യും. ഈ ഏരിയ എത്ര നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. നമ്മൾ തൽക്കാലം എന്തായിട്ട് എടുക്കുന്നു? എക്സ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അടുത്തത് പറഞ്ഞോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ക്യു എം. ഏതാണ്? ബി ക്യു എം എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ത്രികോണത്തിന്റെ പരപ്പളവും ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ക്യു എമ്മും എങ്ങനായിരിക്കും? ഇതാണ് സി ക്യു എം. ഇതും എങ്ങനായിരിക്കും? അത് ഈക്വൽ ആകുന്നതിന്റെ കാരണം എം ക്യു അവിടുത്തെ ആരാണ്? അപ്പൊ ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം ആ ഏരിയ, ആ പരപ്പളവ് എന്തായിട്ട് എടുക്കുന്നു? വൈ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് വൈ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? വൈ ആയിരിക്കും. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇനി ഒരു രണ്ടുപേരുടെ ബാക്കിയില്ലേ? പറഞ്ഞാട്ടെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? സി ആർ എം ഈക്വൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ആർ എം ഈക്വൽ ഇസഡ്. അപ്പൊ ഇത് ഇസഡ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇസഡ് ആയിരിക്കും. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളെ കഴിഞ്ഞ കണക്കിനകത്ത്, ഏതാ ഇതിന്റെ തൊട്ട് മുമ്പേ പഠിച്ച കണക്കിനകത്ത് ഒരു കാര്യം തെളിയിച്ചു വെച്ചായിരുന്നു. എക്സ് ഈക്വൽ വൈ ഈക്വൽ ഇസഡ് എന്ന് തെളിയിച്ചു വെച്ചായിരുന്നു. ഈ 6 ചെറിയ ട്രയാങ്കിളുകളുടെയും ഏരിയ, പരപ്പളവ് ഈക്വൽ ആണെന്ന് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പഠിച്ച കണക്ക് തെളിയിച്ചായിരുന്നു. ഒന്ന് വായിച്ച ചോദ്യം. In the picture below, the medians of the triangle divide it into 6 small triangles. Prove that all 6 triangles have the same area എന്ന് കഴിഞ്ഞ ദിവസം തെളിയിച്ചായിരുന്നു. അപ്പോ കഴിഞ്ഞ ദിവസത്തെ മൂന്നാമത്തെ കണക്കിൽ നമ്മൾ ഈ കാര്യം തെളിയിച്ചായിരുന്നു. അങ്ങനാണെങ്കിൽ ചെറിയ പരിപാടി. എക്സ് ഈക്വൽ വൈ ഈക്വൽ ഇസഡ് അല്ലേ? ഞാൻ ഇതിനെ മൊത്തത്തിൽ ഒരു 2 കൊണ്ട് ഗുണിക്കുന്നു. മൊത്തത്തിലൊരു 2 കൊണ്ട് ഗുണിക്കുന്നു. ഒന്ന് ഗുണിച്ചു പറഞ്ഞാട്ടെ. 2x ഈക്വൽ 2y ഈക്വൽ 2z. അങ്ങനെ ഗുണിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ആവശ്യം വയ്ക്കും, നല്ല ആവശ്യമുണ്ടോ? എക്സ് ഈക്വൽ വൈ ഈക്വൽ ഇസഡ് എന്ന് കിടന്നിടത്ത് ഇയാളത് 2x ഈക്വൽ 2y ഈക്വൽ എന്താക്കി? എന്താന്ന് ബോർഡെ ശ്രദ്ധിക്കണം. ഇതല്ലേ എക്സ്? ഇതല്ലേ എക്സ്? ഇതല്ലേ എന്ന് ചോദിച്ചാൽ എന്തുവാ എക്സ്? എ പി എം എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയാണ് എക്സ്. അത് തന്നെയാണ് ബി പി എമ്മിന്റെ ഏരിയയായ എക്സ്. ഈ എക്സും എക്സൂടെ കൂട്ടിയാൽ കിട്ടുന്ന 2x എന്തുമായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന 2x നമ്മുടെ ഫിഗർ അനുസരിച്ച് ആരാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഈ താഴെ കാണുന്ന വലിയ ട്രയാങ്കിൾ എ പി എ ബി എം ആണോ? എ ബി ഈക്വൽ ഫിഗർ അനുസരിച്ച് വാട്ട് ഈസ് 2y? ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി എം സി. ബി എം ഫിഗർ അനുസരിച്ച് വാട്ട് ഈസ് 2z? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ എം. ഇനി ഞാൻ ചെറിയ മാറ്റം വരുത്തട്ടെ പടത്തിൽ. ഇത് നമ്മൾ എക്സ്ട്രാ വരച്ചു ചേർത്തല്ലായിരുന്നു? അങ്ങനെ കുറച്ചോളൂ.
ഇത് എക്സ്ട്രാ വരച്ചേർത്തല്ലായിരുന്നു, അതങ്ങ് തുടച്ചു കളഞ്ഞു. ഇത് നമ്മൾ എക്സ്ട്രാ വരച്ചേർത്തല്ലായിരുന്നു, അതും അങ്ങ് തുടച്ചു കളഞ്ഞു. ഇപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന ഫിഗർ ആയില്ലേ? ആണോ? ആണോ? ആ ഫിഗറിൽ കാണുന്ന 3 ട്രയാങ്കിളുകളുടെയും ഏരിയ ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? അപ്പൊ ആ സെൻട്രോയിഡിൽ വെച്ച് നമ്മുടെ ഈ വലിയ ട്രയാങ്കിളിനെ, വലിയ ത്രികോണത്തിനെ നമ്മൾ എത്ര ആക്കി? 3 ഈക്വൽ ട്രയാങ്കിൾ ആക്കി ഡിവൈഡ് ചെയ്തു എന്ന് തെളിയിച്ചില്ലേ? ഇതല്ലേ അനാമിക പ്രൂവ് ചെയ്യേണ്ടത്? ഓക്കെ, ഓൺലൈൻകാർക്ക് ഇവിടെ കിട്ടിയോ? ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ചോദ്യം ഇങ്ങനെയാണ്. ഇൻ ദ പിക്ചർ ബിലോ, ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ബ്ലൂ ട്രയാങ്കിൾ ആർ ജോയിൻഡ് ടു മേക്ക് ദ സ്മോളർ ഗ്രീൻ ട്രയാങ്കിൾ. നിങ്ങൾ ഫോട്ടോകോപ്പിക്കകത്ത് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റേ ഉള്ളൂ, പുസ്തകത്തിൽ നോക്കണം. ഞാൻ ഈ പടത്തിൽ ബോർഡിലേക്ക് നോക്കിയിരിക്കാൻ ഞാൻ പറഞ്ഞു, ഈ പടത്തിൽ ABC എന്ന് പറയുന്ന ഏറ്റവും വെളിയിൽ കാണുന്ന ട്രയാങ്കിൾ കണ്ടോ? ഈ ട്രയാങ്കിൾ നിങ്ങളുടെ പുസ്തകത്തിൽ എന്ത് കളറിലാണ്? ബ്ലൂ കളറിലാണ്. എന്ത് കളറിലാണ്? നീല കളർ. ഈ ട്രയാങ്കിളിന്റെ, പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ഈ ട്രയാങ്കിളിന്റെ 3 സൈഡുകളായ, 3 വശങ്ങളായ AB-യുടെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ് P. BC-യുടെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ് Q. AC-യുടെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ്. ഇവരെ 3 പേരെ യോജിപ്പിച്ചുകൊണ്ട് നസ്രേ ഇതിനകത്ത് നമ്മൾ ഒരു ചെറിയ ട്രയാങ്കിൾ, ഒരു ചെറിയ ത്രികോണം വരച്ചിരിക്കും. എന്താ അതിന്റെ പേര്? PQ. ഈ PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ നിങ്ങളുടെ പുസ്തകത്തിൽ എന്ത് കളറിൽ കൊടുത്തിരിക്കുന്നു? ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നു. എന്ത് കളറിൽ കൊടുത്തേക്കുന്നു? ഓക്കെ ആണല്ലോ. പിന്നെ ഇത് കൂടാതെ ഒരു വരയും കൂടെ അവിടെ എക്സ്ട്രാ ഉണ്ട്, അതെന്തുവാന്ന് പുറകാലെ പറയാം. അപ്പൊ വലുതും ചെറുതായ ട്രയാങ്കിളിന്റെ കാര്യം പിടി കിട്ടിയല്ലോ. ഓക്കെ, ഇനി ബാക്കി വായിച്ചാട്ടെ. പ്രൂവ് ദാറ്റ് ദിസ് മീഡിയൻ bisects the top side of the small triangle. അല്ല, ഇത് ബാക്കിയുണ്ട്. The red line is a median of the large triangle. ഈ പടത്തിൽ CP എന്ന് പറയുന്ന ഒരു ലൈൻ കണ്ടോ നിങ്ങൾ? അത് നിങ്ങളുടെ പുസ്തകത്തിൽ എന്ത് കളറിൽ കൊടുത്തേക്കുന്നു? റെഡ് കളർ, ചുവപ്പ് കളർ. അയാൾ ആരാണ്? ഈ വലിയ ട്രയാങ്കിളിന്റെ, വലിയ ട്രയാങ്കിൾ ആരാ? ABC. ABC-യുടെ ആരാണ്? മീഡിയനാണ്, മധ്യമം ആണ്. ഇത്രയും കാര്യമാണ് ചോദ്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞേക്കുന്നത്. 3 കാര്യങ്ങൾ പിടി കിട്ടിയല്ലോ. ABC എന്ന് പറയുന്ന ഒരു വലിയ ട്രയാങ്കിൾ, അതെന്ത് കളറിൽ? ബ്ലൂ കളർ. അതിന്റെ 3 വശങ്ങളുടെ, 3 സൈഡുകളുടെ മിഡ് പോയിന്റുകളെ, മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് അതിനകത്തൊരു ട്രയാങ്കിൾ, എന്തോ അതിന്റെ പേര്? PQR. അതെന്ത് കളറിൽ കൊടുത്തേക്കുന്നു? ഇനി ഈ പടത്തിൽ കാണുന്ന CP എന്ന് പറയുന്ന വര എന്ത് കളറിലാണ്? റെഡ് കളറിൽ. അയാൾ ആരാണ്? ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ മീഡിയൻ. മീഡിയൻ, മധ്യമോ എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? C എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന്, ശീർഷത്തിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ എതിർവശമായ AB-യുടെ മിഡ് പോയിന്റായ, മധ്യബിന്ദുവായ P-യിലേക്ക് വരച്ചിരിക്കുന്ന വരയാണ് ആരെന്ന് പറയുന്നത്? ആര്? CP. ഇനി അപ്പുറത്ത് വായിച്ചാട്ടെ. ബാക്കി ചോദ്യം എന്താണ്? എന്താ ബാക്കി ചോദ്യം? വായിച്ചാട്ടെ. Prove that this median bisects the top side of the smaller triangle അല്ലെങ്കിൽ സ്മോൾ ട്രയാങ്കിൾ. ഈ വരച്ചു വെച്ചേക്കുന്ന നമ്മുടെ റെഡ് ലൈനായ നസ്രേ മീഡിയൻ ഉണ്ടല്ലോ, അയാള് ചെറിയ ട്രയാങ്കിളിന്റെ, ചെറിയ ത്രികോണത്തിന്റെ എന്ന് പറയുമ്പോൾ ആരുടെ? PQR-ന്റെ
ടോപ്പ് സൈഡ് മുകളിലത്തെ വശം ആർ ക്യു അല്ലെങ്കിൽ ക്യു ആറിനെ ബൈസെക്ട് ചെയ്യുന്നു, സമഭാഗം ചെയ്യുന്നു, രണ്ട് തുല്യ കഷ്ണമാക്കി മുറിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോ എന്ത് തെളിയിക്കണം? RM ഈക്വൽ MQ എന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. അപ്പോഴല്ലേ ബൈസെക്ട് ചെയ്തു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല? ചെറിയ ട്രയാങ്കിളിന്റെ മുകളിലത്തെ വശം എന്ന് പറയുന്നത് QR. അയാളെ ഈ റെഡ് ലൈൻ ചുവപ്പ് വര ബൈസെക്ട് ചെയ്യുന്നു, സമഭാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ M തൊട്ട് R വരെയുള്ള ദൂരവും M തൊട്ട് Q വരെയുള്ള ദൂരവും എന്താണെന്ന് തെളിയിക്കണം? ഈക്വൽ ആണ്, തുല്യമാണെന്ന് തെളിയിക്കണം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിച്ചാട്ടെ. Prove that the centroid of the large and small triangle are the same. ഇവിടെ അങ്ങനെ വല്ലവരും ഉണ്ടോ? സെൻട്രോയിഡ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? അല്ല, സെൻട്രോയിഡ് എന്ന് പറയുന്ന ആരെങ്കിലും വല്ല കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നിലവിലാരുമില്ല. നിലവിലത്തെ പടത്തിൽ ആരും സെൻട്രോയിഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നത് വലുതിന്റെ സെൻട്രോയിഡും ചെറുതിന്റെ സെൻട്രോയിഡും ഒന്ന് തന്നെയാണെന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. അത് സെക്കൻഡ് പാർട്ട് വരെ നമുക്ക് തെളിയിക്കാം. അടുത്ത പാർട്ട് പിടി കിട്ടിയല്ലോ. ശരി, ഓൾ സ്റ്റാൻഡപ്പ് ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. ഓൺലൈൻകാർക്ക് ചോദ്യം മനസ്സിലായോ? ഈ പാഠത്തിൽ തന്നെ പഠിച്ച ഒരു പഴയ ഓർമ്മ നമ്മളൊന്ന് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെയാണല്ലോ പറയേണ്ടത്, അല്ലേ? ഒന്ന് ഷെയർ ചെയ്യുക. ഈ ആരാ? AC-യുടെ മിഡ് പോയിന്റ്. Q ആരാ? പഴയ എന്തെങ്കിലും ഓർമ്മ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിനോട് പാരലലും ഇതിന്റെ നീളം മൂന്നാമത്തെ വശത്തിന്റെ നീളത്തിന്റെ ഹാഫാണ്, പകുതിയാണെന്ന് നമ്മൾ ഈ പാഠത്തിലെ മൂന്നാമത്തെ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് വായിച്ചാട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ദ തേർഡ് ലൈൻ joining the midpoints of two sides of a triangle is parallel to the third side. അങ്ങനാണെങ്കിൽ ഈ പടത്തിൽ കാണുന്ന ആരാ? PQ നോക്കിക്കോണം. PQCR. കേരള സിലബസുകാരുടെ പുസ്തകത്തിൽ ചെറിയ കുഴപ്പമുണ്ട്. ആ ആറിൽ കൊണ്ടുവന്ന് നിർത്തരുത്. ഐശ്വര്യ CBSE-കാർക്കാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞ് വീണ്ടും എവിടെ കൊണ്ട് നിർത്തണം? P-യിൽ കൊണ്ട് നിർത്തണം. അപ്പൊ ഈ PQCR ആരായിരിക്കും? ഒരു പാരലലോഗ്രാം ആയിരിക്കും. ആരായിരിക്കും? മലയാളത്തിൽ ഈ PQCR എന്തായിരിക്കും? ഒരു സാമാന്തരികം ആയിരിക്കും. അത്രയും പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത വായിച്ചാട്ടെ. സിൻസ് ദ ഡയഗണൽസ് ഓഫ് ദ പാരലോഗ്രാം ആർ ഈക്വൽ ടു ഈച്ച് അതർ. ശ്രദ്ധിക്ക, പാരലോഗ്രത്തിന്റെ ഡയഗണൽസ്, പാരലോഗ്രത്തിന്റെ അവിടെ പറയാൻ വിട്ടു ഒരു സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. ഞാൻ ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മുടെ പടത്തിനകത്തിലെ പാരലോഗ്രത്തിന്റെ പേരെന്തുവാ? PQCR. ആരാണ്? പാരലോഗ്രമാണ്. ആരാണ്? ആ പാരലോഗ്രത്തിന്റെ ഒരു ഡയഗണലാണ് PC, മറ്റേ ഡയഗണലാണ് RQ. ഈ RQ എന്ന് പറയുന്ന ഡയഗണലിനെ ഈ PAC എന്ന് പറയുന്ന ഡയഗണൽ
വികർണം എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. രണ്ട് തുല്യ കഷ്ണമായിട്ട് മുറിക്കും. ഇവിടുത്തെ അക്ഷരം ഏതായിരുന്നു? എം. തുല്യമായിട്ട് മുറിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ആറമ്മും ഈ എം ക്യൂവും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആയില്ലേ? ഇതല്ലേ തെളിയിക്കേണ്ടത്? ആറം ഈക്വൽ എം ക്യൂ എന്നല്ലേ തെളിയിക്കേണ്ടത്? ആണോ? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. ഓൺലൈൻകാർക്ക് മനസ്സിലായോ? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിച്ചാട്ടെ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, prove that the centroid of the large and small triangles are the same. അപ്പോ അതിന്റെ മലയാളം ഒന്ന് വായിച്ചേ. അപ്പോ ഹലോ, അതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, വലിയ ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം ചെറിയ ത്രികോണത്തിന്റെയും മധ്യമ കേന്ദ്രമാണെന്ന് തെളിയിക്കുക. ബോർഡിലേക്ക് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. എ ബി സി ആരാണ്? വലിയ ട്രയാങ്കിൾ. എ ബി സി ആരാണ്? അപ്പൊ അതിന്റെ സെൻട്രോയിഡ് കിട്ടണമെങ്കിൽ എന്ത് വരയ്ക്കണം? അതിന്റെ സെൻട്രോയിഡ് കിട്ടണമെങ്കിൽ, മധ്യമ കേന്ദ്രം കിട്ടണമെങ്കിൽ എന്ത് വരയ്ക്കണം? അതിന്റെ 3 മീഡിയൻ വരയ്ക്കണം. അതിൽ ഒരു മീഡിയൻ ഓൾറെഡി ഫിഗറിലുണ്ട്. ഏതാ? സി പി. ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, റെഡ് ലൈനിൽ തന്നിട്ടുണ്ട്. ഇനി എത്ര മീഡിയനോട് വരയ്ക്കണം? 2 മീഡിയൻ. അതിൽ ഒരെണ്ണം എയും ക്യൂവും കൂടെ യോജിപ്പിച്ചു. അല്ല, അങ്ങനെ വരച്ചത് മീഡിയൻ ആവൂ. കാരണം ഒരു വെർട്ടെക്സിൽ നിന്ന്, ഒരു ശീർഷത്തിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ എതിർവശത്തിന്റെ മിഡ് പോയിന്റിലേക്കാണ്, മധ്യബിന്ദുവിലേക്കാണ് എന്ത് വരയ്ക്കുന്നത്? മീഡിയൻ വരയ്ക്കുന്നത്. അപ്പൊ എ ക്യു ആരാ? മീഡിയൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി ആറും ആരായിരിക്കും? മീഡിയൻ ആയിരിക്കും. അപ്പൊ 3 മീഡിയൻ ആയല്ലോ, 3 മധ്യമമായല്ലോ. ആ 3 മീഡിയനും കൂടെ കൂട്ടിമുട്ടിയ പോയിന്റിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? ഇത് കൂടാതെ ഒരു എമ്മും എന്നും എസും കിടക്കുന്നുണ്ടോ? ആരാ? ചെറിയ ട്രയാങ്കിളിന്റെ ഈ വലിയ ട്രയാങ്കിളിന് വരച്ചേക്കുന്ന ഈ വര ഈ സൈഡിന്റെ എവിടെ കൂടാ കടന്നു പോകുന്നത് നമ്മൾ പറഞ്ഞു? മിഡ് പോയിന്റിലൂടെ. അപ്പോ ഈ പോയിന്റ് എം, ഈ പോയിന്റ് എൻ, ഈ പോയിന്റ് എസ്. പുതുതായിട്ട് വന്ന ആളുകളൊക്കെ മനസ്സിലായല്ലോ. ഇനി ആൻസർ നോക്കിക്കേ. ലെറ്റ് O be the സെന്ററോയിഡ് ഓഫ് ട്രയാങ്കിൾ. O എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളായ എ ബി സിയുടെ ആരാണ്? അതിലെതിരെ അഭിപ്രായമൊന്നുമില്ലല്ലോ. ഇല്ല. ബാക്കി വായിച്ചാട്ടെ. ആർ എം ഈക്വൽ ക്യു എം. ആര് പറഞ്ഞു? അത് തന്നെ ഒന്നാമത്തെ പാട്ട് തെളിയിച്ചു വെച്ച കാര്യമാണ്. ആർ എം ഈക്വൽ എന്തെന്ന്? ക്യു എം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ആർ എൻ ഈക്വൽ അതെങ്ങനെ കിട്ടും? ആദ്യം എഴുതി വെച്ച പ്രൂഫില്ലേ, അത് മാറ്റി മാറ്റി എഴുതിയാൽ ഈ ആർ എന്നും ഈ പി എന്നും എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിന് ഇവിടെ കൂടെ ഒന്ന് പറഞ്ഞു. പി എസ് ഈക്വൽ. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ബാക്കി വായിച്ചാട്ടെ. ദാറ്റ് ഈസ് ആർ എസ് ക്യു എൻ ആൻഡ് പി എം ആർ മീഡിയൻ. അപ്പൊ ആരൊക്കെയാണ്? ആർ എസ് എന്തേ? ആർ എസ് എന്തേ? ഈ ആർ എസ് ക്യു എൻ, ഈ ക്യു എൻ പി എം ഇവരാരാണ്? ആരുടെ മീഡിയൻ? ചെറിയ ട്രയാങ്കിളിന്റെ മീഡിയൻ. ആരുടെ മീഡിയനാണ്? ചെറിയ ട്രയാങ്കിളിന്റെ മീഡിയൻ. അപ്പൊ അങ്ങനാണെന്നുണ്ടെങ്കിൽ ദ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആറും ആര് തന്നെ ആയിരിക്കും? O തന്നെ ആയിരിക്കും.
അപ്പൊ വലിയ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് തന്നെയാണ് ചെറിയ ട്രയാങ്കിളിന്റെയും സെൻട്രോയിഡ്. കാര്യം പിടി കിട്ടിയോ? ഓക്കെ. ഓൺലൈൻകാർക്ക് മനസ്സിലായോ? Yes, sir. ഓക്കെ. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കാം. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ആ, നോക്കിക്കോളൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ല, ആറാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അറിഞ്ഞു. ഇൻ ദ പിക്ചർ ബിലോ, ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എച്ച് ഈസ് ദി ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പോ ട്രയാങ്കിൾ എ ബി സിയുടെ ഓർത്തോ സെന്റർ ആണ് എച്ച്. ശ്രദ്ധിക്കാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ചോദ്യം തുടങ്ങുമ്പോൾ ആര് മാത്രമേ ഉള്ളൂ? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രമേ. നസ്രേ, ചോദ്യം തുടങ്ങുമ്പോൾ ഐശ്വര്യയെ എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ മാത്രമേ. അപ്പൊ നമ്മൾ ആ ട്രയാങ്കിളിന് എന്ത് വരയ്ക്കണം? 3 ഓൾട്ടിറ്റ്യൂഡ് അഥവാ 3 ഹൈറ്റുകൾ വരയ്ക്കണം. അതെവിടെ നിന്ന് എങ്ങോട്ടൊക്കെ വരയ്ക്കണം? എയിൽ നിന്ന് ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം, ഒരു ലംബം വരയ്ക്കണം. 2, ബിയിൽ നിന്ന് എ സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ, ഒരു ലംബം വരയ്ക്കണം. സിയിൽ നിന്ന് എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ, ഒരു ലംബം വരയ്ക്കണം. ഇത് മൂന്നും കൂടി എവിടെ കൂട്ടിമുട്ടും? എച്ച്. അപ്പോഴാണ് നമ്മൾ എച്ചിനെ എന്തെന്ന് വിളിക്കുന്നത്? ഓർത്തോ സെന്റർ എന്ന് വിളിക്കുന്നത്. അപ്പോ മലയാളത്തിൽ എന്താ വിളിക്കും? ലംബകേന്ദ്രം. ആ, ഇനി അങ്ങനാണെങ്കിൽ എന്തുവാ തെളിയിക്കേണ്ടത്? പ്രൂവ് ദാറ്റ് എ ഈസ് ദി ഓർത്തോ സെന്റർ ഓഫ്. ഇനി നോക്കാം. ആ വലിയ ട്രയാങ്കിളിനുള്ളിലായിട്ട് കങ്കാരു അതിന്റെ കുഞ്ഞിനെ വയറ്റിയിട്ടുകൊണ്ട് നടക്കുന്നത് പോലെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ അതിന്റെ വയറ്റിനുള്ളിലായിട്ട് ഒരു ചെറിയ ട്രയാങ്കിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തതിന്റെ പേര്? എച്ച് ബി സി. എന്താണ്? ഈ എച്ച് ബി സിയുടെ ഓർത്തോ സെന്റർ ആണ് ആരെന്ന് തെളിയിക്കണം. എന്ന് വെച്ചാൽ അർത്ഥം എച്ച് ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്, ത്രികോണത്തിന് 3 ഓൾട്ടിറ്റ്യൂഡുകൾ, 3 ലംബങ്ങൾ വരയ്ക്കണം. ആ 3 ലംബങ്ങൾ, ആ 3 പെർപെൻഡിക്കുലറുകൾ ഏത് പോയിന്റിൽ കൂട്ടിമുട്ടും? എയിൽ കൂട്ടിമുട്ടും എന്ന് എന്ത് ചെയ്യണം? കേൾക്കുമ്പോ ചിലർക്കൊരു സംശയം തോന്നും. ഈ ട്രയാങ്കിളിന് വെളിയിലാണ് അതിന്റെ ഓർത്തോ സെന്റർ എ കിടക്കുന്നത്. അങ്ങനെ ഒരു ഇല്ല, 8ാം ക്ലാസ് വെക്കട്ടെ. സർക്കിൾ വരയ്ക്കുന്ന പഠിച്ചിട്ടുണ്ടോ? ആ സർക്കിൾ വരയ്ക്കാനുള്ള ആദ്യത്തെ പരിപാടി എന്തുവായിരുന്നു? പരിവർത്തം വരയ്ക്കാനുള്ള ആദ്യത്തെ പരിപാടി എന്തുവായിരുന്നു? 3 സൈഡുകളുടെ ബൈസെക്ടർ വരയ്ക്കും. ആ ബൈസെക്ടർ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ സെന്റർ ആക്കി എടുത്തോണ്ടല്ലേ വരച്ചത്. ചില ട്രയാങ്കിളുകളിൽ അത് ട്രയാങ്കിളിന്റെ പുറത്തായിരുന്നു, ചിലതിനകത്ത് ഹൈപ്പോട്ടിന്യൂസിന്റെ മിഡ് പോയിന്റ് വന്നു, ചിലതിനകത്ത് അതിന്റെ ഉള്ളിൽ വന്നു. ഓർമ്മയുണ്ടല്ലോ? അതുപോലെ ഈ എച്ച് ബി സിയുടെ ഓർത്തോ സെന്റർ ആരാണെന്ന് പ്രൂവ് ചെയ്യണം? എ ആണെന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. പ്രൂവ് ദാറ്റ് എ ഈസ് ദി ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി എന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. ഓൾ സ്റ്റാൻഡപ്പ് എന്ന് വായിച്ചു നോക്കി. ഓൺലൈൻകാർക്ക് ചോദ്യം മനസ്സിലായോ? Yes, sir. അപ്പൊ നമുക്ക് അറിയാവുന്നിടത്തു നിന്ന് അങ്ങോട്ട് ആരംഭിക്കുന്നു. പറഞ്ഞാട്ടെ. ആരംഭിക്കണമെങ്കിൽ ഈ പടത്തിൽ 1-2 കാര്യങ്ങൾ കൂടി എക്സ്ട്രാ വേണം. എന്തൊക്കെയാ വേണ്ടത്? എന്തൊക്കെയാ എക്സ്ട്രാ വേണ്ടത്?
ഇതെന്തുവായി 3 പേരെ എക്സ്ട്രാ വരച്ചെന്ന് വല്ല മനസ്സിലായോ? ഇത് വരച്ച 3 പേര് ആ വലിയ ട്രയാങ്കിളായ ഐശ്വര്യെ വലിയ ട്രയാങ്കിളായ എ ബി സിയുടെ ABC 3 ഓൾട്ടിറ്റ്യൂഡ് കംപ്ലീറ്റ് ചെയ്ത്. എന്തിനാ 3 ഓൾട്ടിറ്റ്യൂഡ് വരച്ചത്? 3 ഓൾട്ടിറ്റ്യൂഡ് കൂട്ടിമുട്ടുമ്പോഴാണ് 3 ഉയരങ്ങൾ കൂട്ടിമുട്ടുമ്പോഴാണ് ഇവിടെ എന്ത് കിട്ടുന്നത്? ഓർത്തോ സെന്റർ കിട്ടുന്നത്. ഓക്കെ, ശരി, വായിച്ചാട്ടെ. എച്ച് ഈസ് ദി ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ചോദിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങനാണെങ്കിൽ വായിച്ചാട്ടെ. ബി ഇ പെർപെൻഡിക്കുലർ ടു എന്തേ നമ്മുടെ ബി ഇ എന്തേ ബി ഇ ഈ ബി ഇ ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? എ സിക്ക്. ആര് പറഞ്ഞു? അതാണല്ലോ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലറിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ്. അപ്പോൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ബി ഇ ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്, എ സിക്ക് ലംബമാണ്. അടുത്ത പോയിന്റ് വായിച്ചാട്ടെ. എ സി ഈസ് ദി പെർപെൻഡിക്കുലർ ഫ്രം സി ടു ദ സൈഡ്. ഇനി ആരെ കുറിച്ച് പറയുന്നത്? എ സി. ഈ എ സി എന്ന് പറയുന്നത് ആരാണ്? എ സി ഈസ് ദി പെർപെൻഡിക്കുലർ. എ സി ആരാണ്? എവിടെ നിന്ന്? ഫ്രം സി. എവിടെ നിന്നാണ്? സിയിൽ നിന്ന്. എങ്ങോട്ട്? ടു ദ സൈഡ് ബി എച്ച്. എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? ഈ എ സി എന്ന് പറയുന്ന വര ഈ ബി എച്ച് എന്ന് പറയുന്ന സൈഡിനോട് പെർപെൻഡിക്കുലർ ആണ്. ശരിയോ തെറ്റോ? ഇവിടെ ഇത് അങ്ങോട്ട് നീട്ടി വരയ്ക്കുമ്പോഴല്ലേ ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവുന്നത്. അവര് പേര് പറഞ്ഞപ്പോ ആരുടെ കാര്യം മാത്രം പറഞ്ഞു? ബി എച്ച് എന്ന് മാത്രം പറഞ്ഞു. അപ്പോ എ സി എന്ന് പറയുന്ന വര ബി എച്ച് എന്ന് പറയുന്ന വരയുമായിട്ട് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. എങ്ങനെയാണ്? ഓക്കെ, അടുത്ത പോയിന്റ് വെച്ചാട്ടെ. സിൻസ് സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. നോക്കാൻ നിങ്ങൾ നോക്കി. ഈ സി ഡി ആരോട് പെർപെൻഡിക്കുലർ ആണ്? എ ബിയോട് പെർപെൻഡിക്കുലർ. ആരോട് പെർപെൻഡിക്കുലർ ആണ്? എ ബിയോട്. അങ്ങനെയാണെങ്കിൽ എ ബി ഈസ് പെർപെൻഡിക്കുലർ ഫ്രം ബി ടു ദ സൈഡ് സി എച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ബിയിൽ നിന്ന് വരച്ചു വെച്ചിരിക്കുന്ന ഈ വര ഈ സി എച്ചുമായിട്ട് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് വെച്ചാട്ടെ. ദ പോയിന്റ് വെയർ ദീസ് ഇന്റർസെക്ട് അറ്റ് എ. ഈ പോയിന്റുകൾ എവിടെ ചെന്നാ കൂട്ടിമുട്ടിയത്? ഏത് ലൈനുകൾ? ഈ സിയിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലർ ലൈനും ബിയിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലർ ലൈനും എവിടെ ചെന്ന് കൂട്ടിമുട്ടി? എയിൽ ചെന്ന് കൂട്ടിമുട്ടി. എവിടെ ചെന്ന് കൂട്ടിമുട്ടി? അപ്പൊ അങ്ങനാണെങ്കിൽ എ ഈസ് ദി ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി. അപ്പൊ എ ആരായിരിക്കും? എച്ച് ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ ആയിരിക്കും. കിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓൺലൈൻകാർക്ക് മനസ്സിലായോ? Yes, sir. Yes, sir.